എൻ്റെ വല്യച്ഛന് സുഖമില്ലാതെ, എൻ്റെ വല്യമ്മക്ക് സുഖമില്ലാതെ കിടന്നതിൻ്റെ പേരിൽ എനിക്കൊരു വസ്ത്രം വാങ്ങാൻ വഴിയുണ്ടായില്ല. ആ പെരുന്നാളിനൊരു പുതുവസ്ത്രം ധരിക്കാതെ, ആ ഈസ്റ്ററിനൊരു പുതുവസ്ത്രം ധരിക്കാതെ, ആ വിഷുവിനൊരു പുതുവസ്ത്രം ധരിക്കാതെ ആ കുട്ടി സങ്കടത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ, ആ കുട്ടിയെ ഒരു വസ്ത്രം അണിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെയാണ് നീ വസ്ത്രം ഉടുപ്പിക്കുന്നത്. മാനവ സേവ എന്ന് പറയുന്നത് മാധവ സേവയാണ്. മനുഷ്യനെ സേവിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ. മാധവൻ കൃഷ്ണന്റെ പേരാണ് മാധവൻ. മാധവനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഇസങ്ങൾക്കല്ല പ്രശ്നം, ഈ ഇസങ്ങളെ പ്രതിനിധീകരിക്കുന്ന നമുക്കാണ് പ്രശ്നം. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുക. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നമ്മൾ സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ്. ജീവിതത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് സമയം കൊടുക്കണം, രണ്ടാമത് ശരീരം കൊടുക്കണം. കിടന്നുപോയ, രോഗം വന്ന, അവശരായ മനുഷ്യരെ അവരുടെ വീടുകളിൽ പോയി കാണുക എന്നുള്ളതാണ് ശരീരം കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കൈ കൊണ്ടൊരു മനുഷ്യനെ കുളിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശരീരം കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്തത് തല കൊടുക്കുക. ഞാൻ ചോദിക്കുന്നത്, പീസ് മിഷൻ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ അംഗങ്ങൾ, അതിൻ്റെ കുടുംബാംഗങ്ങൾ എന്നുള്ള നിലക്ക് തല കൊടുക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈവക്ക്. ചിരിക്കുക പെണ്ണുങ്ങളൊക്കെ. മനസ്സിലായില്ല? ഈ തല എന്തിനാ? അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പ്രശ്നം. തല എന്തിനാ? തല എന്തിനാ? എനിക്കും നിങ്ങൾക്കും തല എന്തിനാ? തല കൊടുക്കണമെങ്കിൽ തല എന്തിനാന്നറിയണമല്ലോ. തല എന്തിനാ? അതാണ് എന്നെയും നിങ്ങളെയും, ഞാനും നിങ്ങളും. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ തലച്ചോറിൻ്റെ കഴിവാണ്. നിങ്ങളെ നിങ്ങളാക്കിയത് നിങ്ങളുടെ തലച്ചോറാണ്. ഒരു കമ്പ്യൂട്ടറിന് അതിൻ്റെ CPU എത്രമേൽ പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണ് എനിക്ക് എൻ്റെ തലച്ചോറ്. അതുകൊണ്ട് തലച്ചോറ് ചിന്തിക്കുക. അപ്പൊ തലൻ്റെ പണി എന്താണ്? ചിന്തിക്കുക. ഇനി ഈ തലയുടെ മുകളിലാണ് രണ്ട് കണ്ണ്. ആണോ? കണ്ണെന്തിനാ? കാണാൻ. എന്ത് കാണാൻ? എല്ലാം കാണുകയും കണ്ടതിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ രണ്ട് കണ്ണ് കൊടുക്കണം. ജീവിതത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ കാണാൻ, അനാഥരെ കാണാൻ, വിധവകളെ കാണാൻ, ദുർബലരെ കാണാൻ, അവശരെ കാണാൻ, ജീവിതത്തിൽ കാലിടറിപ്പോയ മനുഷ്യരെ കാണാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കാണാൻ കണ്ണുപയോഗിക്കുക. അപ്പൊ കണ്ണ് ആ തലമ്മലാണ്. ഇനി രണ്ട് ചെവി. എന്തിനാ ചെവി? എന്തിനാ? മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, മക്കളെ കേൾക്കാൻ, കുടുംബാംഗങ്ങളെ കേൾക്കാൻ, അവശരെ കേൾക്കാൻ, ദുർബലരെ കേൾക്കാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കേൾക്കാൻ, തിരസ്കരിക്കപ്പെട്ടവരെ കേൾക്കാൻ നമ്മൾ രണ്ട് ചെവി കൊടുക്കണം. ഇനി നാവ്. എന്തിനാ നാവ്? നാവ് എന്തിനാ? സംസാരിക്കാൻ. പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം, ദുർബലർക്ക് വേണ്ടി വാദിക്കണം, സംസാരിക്കണം. ഇതെല്ലാം കൂടി ഒറ്റ വാക്കിൽ ചോദിച്ച ചോദ്യമാണ്, തല കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത്. ഇനി രണ്ട് ചെവിയുണ്ട്, ഒരു നാവേ ഉള്ളൂ. അതെന്താ? പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് ചെവി ഒരു നാവ് ആക്റ്റീവ് ലിസണർ ആവണം.
എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം വെച്ചിട്ട് എന്താ വേണ്ടത്? വെറുപ്പിച്ചാണ് കൊല്ലും അല്ലേ? സംസാരിച്ച് നമ്മളത് തകർത്ത് തരിപ്പണാക്കും. നാവ് ഒന്നേ ഉള്ളൂ, ചെവി രണ്ടെണ്ണം ഉണ്ട്. ഇതെന്താ നമ്മൾ മീൻ ചെയ്യേണ്ടത്? എല്ലാം കേൾക്കുകയും ഒരാൾക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കുകയും സ്വന്തം മക്കൾക്ക് പറയാനുള്ളത് മുഴുവനായിട്ടും കേൾക്കുകയും ആവശ്യത്തിന് മാത്രം വർത്താനം പറയുകയും ചെയ്യാം. ഉപദേശിച്ച് കൊല്ലരുത്, ഉപദേശിച്ച് കൊല്ലരുത്. ആവശ്യത്തിന് ഉപയോഗിക്കുക, 2 ചെവി കൊടുക്കുക. ഇത് എല്ലാം കൂടി സൂചിപ്പിക്കാനാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിന്, നിങ്ങളുടെ പീസ് മിഷൻ പ്രവർത്തനത്തിന് തല കൊടുക്കാൻ തയ്യാറുള്ളവർ ചിന്ത കൊടുക്കണം, കാഴ്ച കൊടുക്കണം, കേൾവി കൊടുക്കണം, ആവശ്യത്തിന് സംസാരിക്കും വേണം. ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ജീവിതം തകർന്നുപോയ മനുഷ്യർക്ക് വേണ്ടി, ജീവിതത്തിൽ കാലിടറിപ്പോയ മനുഷ്യർക്ക് വേണ്ടി, പിടിവള്ളി കിട്ടാതെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ നീങ്ങുന്ന മനുഷ്യർക്ക് വേണ്ടി, രോഗം വന്ന മനുഷ്യർക്ക് വേണ്ടി, ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തല കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 1 സമയം കൊടുക്കുക, 2 ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, 3 തല കൊടുക്കുക, 4-മത്തത് അവസാനത്തത് പണം, സമ്പത്ത് മാറ്റിവെക്കുക. എനിക്ക് തോന്നുന്നത് വളരെ ലളിതമായിട്ട് മാസാമാസവും ഒരു നിശ്ചിത തുക, 1000 കൊടുക്കാൻ പറ്റുന്നവർ 1000, 10,000 കൊടുക്കാൻ പറ്റുന്നവർ 10,000, 100 കൊടുക്കാൻ പറ്റുന്നവർ 100, 10 കൊടുക്കാൻ പറ്റുന്നവർ 10. മാസാമാസവും ഒരു ചെറിയ വിഹിതം മാറ്റിവെക്കുക. അതിനെന്ത് ചെയ്യണം? നിങ്ങളൊരു സർക്കിൾ ഉണ്ടാക്കണം. ഒരു സർക്കിൾ എന്ന് പറയുന്നത് എല്ലാ മാസവും ചെറിയ ഒരു പണം വിഹിതം മാറ്റിവെക്കാൻ, കുടുംബ സർക്കിളാവാം, അയൽപ്പക്ക സർക്കിളാവാം, അതുപോലെ തന്നെ ക്ലബ്ബോ അതുപോലെ തന്നെ പ്രാദേശിക സൊസൈറ്റിയോ ഏതെങ്കിലും മാർഗമാവാം. മാസാമാസവും മാറ്റിവെക്കണം. അപ്പോൾ നമ്മുടെ ഹുണ്ടികപ്പെട്ടിയുണ്ട്, എല്ലാ വീട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാ വീട്ടിലും ഇല്ലാത്തവരത് വാങ്ങിക്കൊണ്ടോണം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിൽ പൈസ ഇടണം. പെട്ടി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ഇടാൻ പറ്റുന്ന ആൾ 10,000 തന്നെ ഇടണം. 1 രൂപ ഇടാൻ പറ്റണമല്ലെങ്കിൽ 1 രൂപ ഇട്ടാൽ മതി. 10,000 തരുന്നവനും 1 രൂപ തരുന്നവനും നമ്മുടെ കണ്ണിൽ ഒരേപോലെയാണ്. 10,000 തരാൻ കഴിവുള്ളവനാണ് അത് തരുന്നത്, 1 രൂപ തരാൻ കഴിവുന്നുള്ളവൻ അത് തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സാമ്പത്തികമായിട്ട് ഓരോ മാസവും ഒരു വിഹിതം മാറ്റിവെക്കുക. ഈ 4 കാര്യങ്ങളും നിർവഹിക്കാൻ ശക്തമായ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ നടത്തിയ ഈ സംസാരത്തിൻ്റെ ഒരു പരീക്ഷ നടത്താൻ പോവുകയാണ്. റെഡിയാണോ? ക്ലാസ് കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവുമല്ലോ. റെഡിയാണോ? ഒരേ കുട്ടികളങ്ങനെ പരീക്ഷയ്ക്ക് വിട്ടാൽ പോരാ, നമ്മളും പരീക്ഷയ്ക്ക് റെഡി ആവണ്ടേ? റെഡിയാണോ? എൻ്റെ ഒച്ച പോയിന്. റെഡിയാണോ? ആണോ? എങ്ങനെ? പരീക്ഷ 10 ചോദ്യമാണ്. ഈ 10 ചോദ്യത്തിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, നിങ്ങളിപ്പോൾ ചെയ്യണത് പോലെ പോയാൽ മതി. എന്നാൽ ഈ പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യണം. വ്യക്തിപരമായിട്ട് 1, 2 നിങ്ങളെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും പങ്കാളിയാക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ പങ്കാളിയാക്കണം.
ഈ പീസ് മിഷൻ ട്രസ്റ്റിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഇപ്പം ചെയ്യണേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യും വേണം. തോൽക്കുകയാണെങ്കിൽ റെഡിയാണോ? എന്തൊരൊച്ചല്ലാത്ത റെഡിയാണോ? ജയിക്കാൻ ശ്രമിച്ചാൽ മതി, ഇപ്പം ചെയ്യുന്ന മാതിരി ചെയ്തു പോയാൽ മതി. തോൽക്കുകയാണെങ്കിൽ പോരാ. നിങ്ങൾ വ്യക്തിപരമായി, കുടുംബത്തിലെ മുഴുവൻ ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ അധ്വാനം ഒക്കെ കൂട്ടണം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ. റെഡിയാണോ? ആണോ? സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശബ്ദമില്ല. റെഡിയാണോ? എന്തൊരു രസ് പറയ്. ആണോ? ഒച്ച പോരാ, ഒച്ച പോരാ. റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ സിറ്റുവേഷൻ ഇതാണ്, നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലായി. അനങ്ങാൻ പറ്റില്ല. ഒന്ന് മാന്താൻ പോലും, ഒരു കൊതുക് വന്നാൽ ആ കൊതുകിനെ ഒന്ന് അടിക്കാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് നീക്കാൻ പോലും, ഒന്ന് ചൊറിയാൻ പോലും കഴിയാത്ത വിധം, അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലായി എന്ന് വിചാരിക്കുക. ആര്? നമ്മളല്ല. ആര്? അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലായി എന്ന് വിചാരിക്കുക. വിചാരിച്ചോ? ആര്? ഓക്കെ. എന്ന്? ഇന്ന്, ഇപ്പോ. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പറയാണ്. നിങ്ങൾ അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലായി ഇന്ന് വരെ, ഇന്ന് തന്നെ. ഇനി എത്ര വയസ്സ് വരെ ജീവിക്കൂ എന്ന് ചോദിച്ചാൽ 84 വയസ്സ് വരെ. 84 വയസ്സ് വരെ അനങ്ങാൻ പറ്റാത്ത വിധം കിടക്കേണ്ടി വരും. 84 വയസ്സ് എന്ന് പറഞ്ഞാൽ ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യമാണ്. ഇന്ന് ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യമാണ്. ഇന്ന് കിടപ്പിലായി, അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലായി. 84 വയസ്സ് വരെ ജീവിക്കും. ഇതാണ് സിറ്റുവേഷൻ. മനസ്സിലായോ? ഇനി ചോദ്യം നമ്പർ 1, കൈപൊക്കിയാൽ മതി. യെസ് എന്ന് പറയാൻ പറ്റുന്നവർ കൈപൊക്കിയാൽ മതി. ചോദ്യത്തിന് യെസ് എന്ന് പറയാൻ പറ്റുന്നവർ കൈപൊക്കിയാൽ മതി. ചോദ്യം നമ്പർ 1, സമയത്തിന് തീറ്റയും കുടിയും ടൈമിന് സമയത്തിന് നടക്കുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. ശരി. സമയത്തിന് തീറ്റയും കുടിയും, ആഹാരപാനീയങ്ങൾ സമയത്തിന് കിട്ടുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 2, മലമൂത്ര വിസർജനം മാനം കെടാതെ നടക്കുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. മാനം കെടാതെ മലമൂത്ര വിസർജനം മരിക്കുന്നത് വരെ മാനം കെടാതെ നടക്കുന്ന ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 3, അവനവൻ ഉപേക്ഷിച്ച മലത്തിലും മൂത്രത്തിലും ഭക്ഷണാവശിഷ്ടങ്ങളിലും കിടക്കൂലെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 4, ശരീരം പൊട്ടിയൊലിച്ച് ദുർഗന്ധം വന്ന് പുഴുക്കൾ വരൂല എന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. ശരീരം പൊട്ടിയൊലിച്ച് ദുർഗന്ധം വന്ന് പുഴുക്കൾ വരൂല എന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 5, 4 മണിക്കൂർ ഉറക്കം കിട്ടുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 4 മണിക്കൂർ ഉറക്കം കിട്ടുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 6, ഈ കാണുന്ന ശരീരത്തിനും മനസ്സിനും വേദനയില്ലാത്ത രാവും പകലും ഉണ്ടാകുന്ന ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 7, പല്ല് തേപ്പും കുളിയും എല്ലാ ദിവസവും നടക്കുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. പല്ല് തേപ്പും കുളിയും എല്ലാ ദിവസവും നടക്കുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 8, കാറ്റും വെളിച്ചവും തട്ടണ രീതിയിലായിരിക്കും കിടത്തമെന്ന് ധൈര്യം പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. കാറ്റും വെളിച്ചവും തട്ടണ രീതിയിലായിരിക്കും കിടത്തം എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നവർ കൈപൊക്കുക. 9, ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ, ഇഷ്ടം പോലെ ബന്ധുക്കൾ, ഇഷ്ടം പോലെ സഹപ്രവർത്തകർ, കൂടെ പ്രവർത്തിക്കുന്നവർ, ഇഷ്ടം പോലെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അല്ലേ? സുഹൃത്തുക്കളില്ലേ? ബന്ധുക്കളില്ലേ? ഈ ബന്ധുക്കളിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ
ആഴ്ചയിൽ ഒരു അരമണിക്കൂർ കിടന്നുപോയ എൻ്റെ കിടക്കരികിൽ വന്നിരുന്ന് എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഇടങ്ങേറുകളും പ്രയാസങ്ങളും കേൾക്കാൻ ഒരു മനുഷ്യനെ കിട്ടുമെന്ന് ധൈര്യം പറയാൻ പറ്റുന്ന ഒരു കൈവക്കുക. മനസ്സിലായില്ലേ? ഇനി ഇത് പുരുഷന്മാർക്ക് വേറെ ചോദ്യമാണ്, സ്ത്രീകൾക്ക് വേറെ ചോദ്യമാണ്. അതായത് കല്യാണം കഴിഞ്ഞവർക്ക് വേറെ ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് വേറെ ചോദ്യം, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് വേറെ ചോദ്യം, കല്യാണം കഴിയാത്ത സ്ത്രീ പുരുഷന്മാർക്കൊക്കെ വേറെ ചോദ്യം. 10ാമത്തെ ചോദ്യമാണ് പുരുഷന്മാരോട്. ആദ്യം, കെട്ടിയോള് ഭാര്യ ഇപ്പൊ പെരുമാറുന്നത് പോലെ അന്നും പെരുമാറുമെന്ന് ധൈര്യമുള്ളവര് കൈവക്ക്. സ്ത്രീകളോടൊരു ചോദ്യം, 10ാമത്തെ ചോദ്യം, കെട്ടിയോൻ ഉപേക്ഷിക്കപ്പെടില്ല എന്ന്, കെട്ടിയോൻ ഉപേക്ഷിക്കപ്പെടില്ല എന്ന്, കെട്ടിയോൻ ഇപ്പൊ പെരുമാറുന്നത് പോലെ അന്നും പെരുമാറുന്ന ധൈര്യമുള്ളവര് കൈവക്ക്. ആ 2 മക്കളും താത്തിയാണ്. ഉമ്മ ശ്രമിച്ചാണ്, പാപ്പാനെ ശരിക്കും അറിയണ മക്കള് കൈ താഴ്ത്തി. ഇനി കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളോടും പെൺകുട്ടികളോടും, നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ സിസ്റ്റർ ഇപ്പൊ പെരുമാറുന്നത് പോലെ പെരുമാറുന്ന ധൈര്യമുള്ള ഒരു കൈവക്ക്. പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ ഞാൻ എൻ്റെ വീട്ടിലാണ് അനങ്ങാൻ പറ്റാത്ത വിധം കിടപ്പിലാവുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് നല്ല പരിചരണം കിട്ടണമെങ്കിൽ, എനിക്ക് സമയത്തിന് ആഹാരം കിട്ടണമെങ്കിൽ, ഞാൻ മലത്തിലും മൂത്രത്തിലും കിടക്കാതിരിക്കണമെങ്കിൽ, എൻ്റെ ശരീരം പൊട്ടാതിരിക്കണമെങ്കിൽ, എനിക്ക് പല്ലുതേപ്പും കുളിയും കിട്ടണമെങ്കിൽ, എൻ്റെ മുടിവെട്ടും താടി ഷേവ് ചെയ്യലും നഖം വെട്ടലും ഒക്കെ നടക്കണമെങ്കിൽ, എനിക്ക് എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ ഒരാളെ കിട്ടണമെങ്കിൽ ആരെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ പഠിപ്പിക്കേണ്ടത്? വീട്ടുകാരെ പഠിപ്പിക്കണം. അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എനിക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. പാലിയേറ്റീവ് കെയർ പരിശീലിപ്പിക്കേണ്ടത് ഞാൻ എന്നെ തന്നെയാണ്, എൻ്റെ കുടുംബത്തെയാണ്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഏതോ മനുഷ്യർക്ക് നൽകുന്ന ത്യാഗമോ കാരുണ്യമോ ദയയോ ആർദ്രതയോ ഒന്നുമല്ല. ഞാൻ എന്നോട് ചെയ്യുന്ന, എൻ്റെ അയൽവാസിയോട് ചെയ്യുന്ന, എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന, എൻ്റെ അയൽപ്പക്കത്തോട് ചെയ്യുന്ന, എൻ്റെ ബന്ധുക്കളോട് ചെയ്യുന്ന, എന്നോട് തന്നെ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്, കടമയാണ്. ദൈവവിശ്വാസികളാണെങ്കിൽ ഈ 3 ആപ്തവാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം ഇങ്ങനെ ഉണ്ട്, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദൂൽ യതീം, അനാഥനെ പരിഗണിക്കാത്തവനാണ് അവൻ. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ള സമയത്ത് ആഹാരം കൊടുക്കാൻ പ്രേരണ നൽകാത്തവനാണത്. നമസ്കാരക്കാർക്കാണ് നാശം. ആ നമസ്കാരം കൊണ്ട് ആ വ്യക്തിക്കോ സമൂഹത്തിനോ ഒരു ഗുണവുമില്ല, ഒരു പരോപകാരം പോലും ചെയ്യൂല. അങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം. ഖുർആനിലെ ഏറ്റവും ചെറിയൊരു സൂറത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിളിലെ ഒരു പ്രയോഗമുണ്ട്, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തുകൊണ്ടെന്നെ പരിചരിച്ചില്ല, ഞാൻ പട്ടിണി കിടന്നപ്പോൾ നീ എന്തുകൊണ്ടെന്നെ ആഹരിപ്പിച്ചില്ല, ഞാൻ നഗ്നനായപ്പോൾ നീ എന്തുകൊണ്ടെന്നെ ഉടുപ്പിച്ചില്ല. ഹൈന്ദവ ദർശനത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം മാനവ സേവ, മാധവ സേവ. കൃഷ്ണനെ സേവിക്കുക എന്നതിന് തുല്യമാണ് ഒരു മനുഷ്യനെ, ഹിന്ദുവിനെ എന്നല്ല പറഞ്ഞു കേട്ടോ, മാനവൻ, മനുഷ്യനെ, മാനവ സേവ എന്ന് പറയുന്നത് മാധവനെ സേവിക്കലാണ്. ഒരേ ആശയത്തിലേക്ക്
ആ ആശയത്തിൻ്റെ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പ്, പ്രയോഗവൽക്കരണം, അതാണ് പീസ് മിഷൻ ട്രസ്റ്റ്. ആ പീസ് മിഷൻ ട്രസ്റ്റിൽ വിദ്യാർത്ഥികൾ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളുള്ളവരൊന്ന് കൈപൊക്കിയേ. 15 വയസ്സിന് മുകളിൽ മക്കളുള്ളവർ ഒന്ന് നല്ലോണം കൈപൊക്കിയോട്ടെ. ഇങ്ങനെയൊക്കെ പിടിക്കണ്ട, കൈയോട് പൊങ്ങട്ടെ. ശരി, നിങ്ങൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് 2.5 മണിക്കൂർ പ്രസംഗമൊന്നുമല്ല കേട്ടോ, ഞാൻ അത് വിചാരിക്കണ്ട. പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എന്ന് പറയുന്നത് 3 ദിവസം നടത്തേണ്ട പരിശീലന പരിപാടിയാണ്. നല്ല പരിശീലനം കിട്ടണം. ഒരു സംഗതി എന്താണ്, എങ്ങനെ ചെയ്യണം, എന്തിനാണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായ ട്രെയിനിങ് കിട്ടണം. കൃത്യമായ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പാലിയേറ്റീവ് കെയർ, എങ്ങനെയാണ് പാലിയേറ്റീവ് കെയർ നടത്തേണ്ടത്, എന്താണ് ഒരു വളണ്ടിയറുടെ ഉത്തരവാദിത്തങ്ങൾ. ഒരു അയൽപ്പക്കൂട്ടത്തിൽ, ഒരു അയൽപ്പക്കത്ത്, എൻ്റെയും നിങ്ങളുടെയും അയൽപ്പക്കം, എത്ര വീട് അയൽപ്പക്കം എന്ന് പറഞ്ഞ് ഗണിക്കണത്? നിങ്ങൾക്കൊക്കെ അയൽപ്പക്കം എത്ര വീടാ? അയൽപ്പക്കമായിട്ട് പരിഗണിക്കുന്നത്, എൻ്റെ വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിൻ്റെ അവകാശികളായി മാറുന്ന എത്ര പേരുണ്ട്? 40 പേരൊക്കെ വലിയ കണക്കാണ്, വയലിലൊക്കെ പറയാൻ പറ്റിയ കണക്കാണ്. ജീവിതത്തിൽ ഇതുണ്ടോയെന്നുള്ളതാണ് പ്രശ്നം. ഒരു 10 വീട് 10 വീട് 10 വീട് 10 വീടാണ്. സത്യത്തിൽ പാലിയേറ്റീവ് കെയറിലെ നമുക്കെങ്കിലും ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഓരോ 40 വീടോ 50 വീടിൻ്റെ ഉള്ളിൽ ഒരു പ്രാദേശിക അയൽക്കൂട്ടങ്ങൾ, അതിൽ നമ്മൾ 15 വയസ്സിന് മുകളിലുള്ള മക്കളെ എന്തായാലും പാലിയേറ്റീവ് കെയർ പഠിപ്പിക്കണം. ഒരു പള്ളിയിലും, ഒരു അമ്പലത്തിലും, ഒരു ചർച്ചിലും, ഒരു മതപാഠശാലയിലും മദ്രസയിലും കിടന്നുപോയ അച്ഛനെ എങ്ങനെയാണ് പല്ല് തേപ്പിക്കേണ്ടതെന്ന് പഠിപ്പിക്കണ്ടോ? ഉണ്ടോ? അത് പഠിപ്പിക്കാൻ ഒരേ ഒരു സ്ഥാപനമേ നമ്മുടെ നാട്ടിലുള്ളൂ. അതിൻ്റെ പേരാണ്, അതങ്ങനെ ആവണം. അത് പഠിപ്പിക്കണ്ടോ, നിങ്ങളും പഠിപ്പിക്കണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. കിടന്നുപോയ അച്ഛനെ എങ്ങനെയാണ് പൊട്ടൽ വരാതിരിക്കാൻ മസാജ് ചെയ്യേണ്ടത്, കിടന്നുപോയ അമ്മക്കൊരുമ്മ കൊടുത്ത്, അച്ഛനെ ചേർത്തു പിടിച്ചൊരുമ്മ കൊടുത്ത്, എല്ലാ ദിവസവും ഉമ്മാക്ക്, അച്ഛന്, അമ്മയ്ക്ക്, അമ്മയുടെ മൂത്രപാത്രം, അമ്മയുടെ തീട്ടപാത്രം, അമ്മയുടെ ശരീരം വൃത്തിയാക്കല് മകൻ്റെയും മകളുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്, ബാധ്യതയാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. അത് പരിശീലിപ്പിക്കണ പരിശീലന കേന്ദ്രമാണ്. അതിന് ആദ്യം എന്ത് വേണം? അച്ഛനും അമ്മയും സജീവമായിട്ട് മനസാന്നിധ്യത്തോടെ, ഹൃദയ സാന്നിധ്യത്തോടെ, സമ്പൂർണ്ണ ഇഷ്ടത്തോടു കൂടി ഈ സംവിധാനത്തിൻ്റെ കൂടെ ഉണ്ടാവണം. സമയം കൊടുക്കണം, ശരീരം കൊടുക്കണം, തല കൊടുക്കണം, പൈസയും കൊടുക്കണം. ഇത് ഇന്നു മുതൽ നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ. ഈ ശബ്ദം കേട്ടവർ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക്, എനിക്ക് ഉറപ്പാണ് ഈ ഹാളിലിരിക്കുന്ന ആളുകൾ ഒരു 5 ആളുകളെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൈമാറി കഴിഞ്ഞാൽ തന്നെ ഒരു 100-500 പേര് ഈ സംവിധാനത്തിൻ്റെ കൂടെ ഉണ്ടാകണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇനി എപ്പോഴാ പരിപാടി അവസാനിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. എപ്പോഴാ തീരുക ഇവിടുത്തെ ഇന്നത്തെ സെഷൻ? ഉച്ചയോടുകൂടി തീരും. എന്തെങ്കിലും ഉണ്ടോ? ഫുഡുണ്ട്. അപ്പോൾ ആ ഫുഡും കഴിച്ചിട്ട് ഈ വണ്ടിയിൽ അങ്ങോട്ട് കയറി, ശീതീകരിച്ച വണ്ടിയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ആശയങ്ങളെ, നമ്മളുടെ സ്വപ്നങ്ങളെ, നമ്മളുടെ ചിന്തകളെ, ഇന്ന് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ കേട്ട കേൾവിയെ തകിടം മറിക്കാൻ പ്രഹരശേഷിയുള്ള ഒരന്തരീക്ഷമാണ് പുറത്തുള്ളത്. അദാനിയും അംബാനിയും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുറത്തുള്ള കാറ്റ് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ആ കാറ്റ് നിങ്ങളുടെ ചിന്തകളെ തകർത്ത് കളയും, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയും, നിങ്ങളുടെ ആലോചനയെ